ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡില് നന്ദിനി വേദ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, അച്ഛനും അടുത്തത് സംഭവിക്കാൻ പോവാണെന്ന് പറയുമ്പോ മാഷിനങ്ങ് ദേഷ്യം വരും. അവിടെ എഴുന്നേറ്റ് പോവാണ്. ശേഷം ശ്രീജയോട് പറയും, വേദ നേരിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് അവളുടെ അമ്മയോടും മുത്തശ്ശിയോടും സംസാരിച്ചിരുന്നെങ്കിലേ വിഷയത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കായിരുന്നു. ആളിപ്പോ വീട്ടിലിരുന്നേനെ. അവൾ അത് ചെയ്തോ? ഇല്ല. എന്താ കാരണം? അവൾക്ക് ഈ വീട്ടിലുള്ളവരെ മുഴുവൻ ജയിലിൽ കയറ്റണം. എന്നിട്ട് വിനായകനോട് പറയും, ദേ മനുഷ്യ, സൂക്ഷിച്ചു കണ്ടു നിന്നോളണേ, അടുത്ത് നിങ്ങളുടെ ഊഴ. പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മയ്ക്കില്ലാതെ കേട്ടിട്ട് പ്രാന്ത് പിടിക്കുക. ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി. വെറുതെ എന്തിനാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്? നന്ദിനി പറയും, ഞാൻ പറയുന്നല്ല, ഇവിടെ നടക്കുന്ന കാര്യമാണ്. വയസ്സാങ്കാലത്ത് അച്ഛനെന്തെങ്കിലും പറ്റിയാലേ താങ്ങാൻ പറ്റത്തില്ലെന്ന് അമ്മയും കൂടെ ഓർത്താ നന്ന്. അമ്മയ്ക്ക് ദേഷ്യം വരും. ദേഷ്യത്തിൽ നോക്കുമ്പോ നന്ദിനി അങ്ങ് പേടിച്ചോവും. വിനായകൻ പറയും, ഡി നീ വന്നേ മതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോ നന്ദിനി പറയും, എനിക്ക് സൗകര്യമില്ല. പറയാനുള്ളത് ഞാൻ ഇനിയും പറയും വിനയേട്ടാ. അപ്പണ്ടാവും വേദ അങ്ങോട്ട് കയറി വരുന്നത്. ആഹാ, എത്തിയല്ലോ. വീടിന് നന്മ ചെയ്യാൻ ഇറങ്ങിത്തരിച്ച മഹാറാണിയല്ലേ? എന്താ എന്ന് നേരിട്ട് തന്നെ ചോദിക്ക് ശ്രീജടത്തി. ഇവള് കാരണം അകത്തായ വിഷയത്തിനെ പുറത്തിറക്കാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കി. എടി, നിനക്ക് എന്തിനാ ഈ വീടിനോട് ഇത്രയ്ക്ക് പക? നിന്റെ കഴുത്തിൽ വലായിട്ട് താലി കിട്ടിയത് വിക്രമല്ലേ? അതിനെ വീടും വീട്ടുകാരും എന്ത് വിളിച്ചു? നിന്നെ വിശ്വസിച്ച് നിനക്ക് സപ്പോർട്ട് നിൽക്കുന്നവർക്ക് നീ ശരിക്കും കൊടുക്കുന്നുണ്ടല്ലോ. പറ, അമ്മയും ശ്രീജടത്തി എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വേദയ്ക്കും ഞാൻ എന്തിനു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം? നന്ദിനി ഞെട്ടിപ്പോവും. വിനയേട്ടാ, ഇവള് പറഞ്ഞ കേട്ടോ? വിനയനാണെങ്കിൽ സ്റ്റക്കായി നിൽക്കാണ്. ആ കേട്ടു. വേദയ്ക്കും അതിന് വിനയേട്ടനോട് എന്ത് പറയണം? വിനയേട്ടാ, വിനയേട്ടൻ എന്നെ ഇവിടുന്ന് പുറത്താക്കുവോ? എന്നാ അതൊന്ന് കാണണല്ലോ. വിനയൻ പറയും, വിക്രമിന്റെ ഭാര്യയെ പുറത്താക്കാൻ എനിക്കെന്ത് അധികാരം? നന്ദിനിയോട് പറയും, അതെ, വിനായകൻ ചേട്ടന് കാര്യം അറിയാം. നന്ദിനിയെടുത്തി, അമ്മയ്ക്കും ഏട്ടത്തിക്കും എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞോളാം. നന്ദിനിയെടുത്തി വെറുതെ കഷ്ടപ്പെടണ്ട. നന്ദിനി പറയും, കേട്ടില്ലേ ശ്രീജേടത്തി? എന്നാ പിന്നെ നേരിട്ടങ്ങ് ചോദിക്കേ. ശ്രീജേടത്തി ആകെ സങ്കടത്തിൽ നിൽക്കണേ. നന്ദിനി എരിവിരി കയറ്റി കൊടുത്തിട്ടുണ്ട്. ശരി, നന്ദിനിയുടെ ചോദ്യം വിട്ടേക്ക്, ഞാൻ ചോദിക്കാം. വിഷേട്ടനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് വേദയുടെ ചേട്ടനല്ലേ? വിഷേട്ടനോട് പക തോന്നാൻ കാരണം വേദയല്ലേ? വേദയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? വേദ നേരിട്ട് ചെന്നാ പറഞ്ഞ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതൊക്കെ? എന്നിട്ടും എന്താ അത് ചെയ്യാത്തെ? പറയേ എന്നിങ്ങനെ സങ്കടത്തിൽ ചോദിക്കുമ്പോ വേദ പറയും, ശ്രീജടത്തിയോട് എങ്ങനെയാ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വിശ്വേട്ടനെ ഇങ്ങനെ ഒരു കേസിൽ കുടുക്കിയത് എന്റെ ചേട്ടൻ തന്നെയാ. പക്ഷേ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അവരുടെ ദുരഭിമാനം കൊണ്ടാണ്. ഞാൻ അവരെ പോയി കാണാതിരുന്നിട്ടില്ല. ദാ ഇപ്പോഴും അവരുടെ അടുത്തുനിന്നാ വരുന്നത്. പക്ഷേ അവര് ചില തീരുമാനങ്ങൾ എടുത്തിട്ടാ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഞാനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കേണ്ടത് എങ്ങനെയാന്നാ ഞാൻ ആലോചിക്കുന്നത്. വിശ്വേട്ടന് ഉറപ്പായും പുറത്തു വരും. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞ് വേദ അവിടുന്ന് പോവാം. ശ്രീജർത്തി അവിടെ ഇരുന്ന് സങ്കടത്തോടു കൂടെ കരയാണ്. അമ്മയെന്ന് വിളിച്ച് അവിടെ മേശയുടെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് തല താഴ്ത്തി ഇങ്ങനെ കരയുമ്പോ അമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കണേ. വിനായകൻ പറയും, പാവം. നന്ദിനിക്കാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല നല്ല മുഖം തിരിക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തും വർഷയും കൂടെ മുകളിൽ നിൽക്കണേ. വർഷം എന്തോ തുണി അലക്കിയിട. ഇങ്ങനെയൊക്കെ ചെയ്തോണ്ട് വേദയുടെ മനസ്സ് മാറുന്നേ ശ്രീയേട്ടൻ വിചാരിക്കുന്നുണ്ടോ? ശ്രീകാന്ത് പറയും, എന്താ സംശയം? അവൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? വർഷം പറയും, അത് കുറ്റബോധമായിട്ട് തോന്നിയാലല്ലേ അവൾക്ക് തിരുത്താൻ തോന്നൂ. നേരെ മറിച്ച് അവൾക്കും വാശി കൂടാണെങ്കിലോ? ശ്രീകാന്ത് പറയും, തുടർച്ചയായി അവള് കാരണം ഒരു കുടുംബം തകർന്ന് അടിഞ്ഞില്ലാതാവുമ്പോ ആ കുടുംബത്തിന് അവളെ വേണ്ടതാവില്ലേ വർഷ? നമ്മളെ അപമാനിച്ചതിനും അതിന് കൂട്ടുനിന്നതിനും ആ കുടുംബത്തിലെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കേണ്ടതല്ലേ? അപ്പൊ വർഷറിയും, ആ പറഞ്ഞത് കറക്റ്റ്. അതിനുവേണ്ടി ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു. ഇങ്ങനെ ഇവര് മുകളിൽ നിന്ന് സംസാരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ദർശം വരുന്നത്. വർഷേച്ചി, സംസാരം സീരിയസ് ആണോ? അപ്പോ വർഷ പറയും, സംസാരം സീരിയസ് ഒക്കെ തന്നെയാ. പക്ഷേ നീ കേൾക്കുന്നതിൽ വിരോധമില്ല. എന്താ ദർശ പതിവില്ലാതെ ഈ സമയത്ത്? ദർശൻ പറയും, അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കണം തോന്നി. വേദയുടെ വിളി വന്നിട്ടുണ്ടാവല്ലേ? വർഷ പറയും, നിനക്ക് നാണമില്ലേ ദർശ? അവരുടെ വീട്ടിൽ ആര് അറസ്റ്റ് ആയാലും അവരെ പുറത്തിറക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? മനുഷ്യന് കുറച്ചൊക്കെ അന്തസ് വേണം. ദർശൻ പറയും, അതെ ചേച്ചി, അതാ എനിക്കും പറയാനുള്ളത്. പകയും പ്രതികാരവും തീർക്കേണ്ടത് മനുഷ്യന്റെ അന്തസ്സിന് ചേർന്നതാണോന്നാ എന്റെ ചോദ്യം. ശ്രീകാന്തിക്കും പക തീർക്കേ? അപ്പൊ തന്നെ ദർശൻ പറയും, വേണ്ട, ഒന്നും അറിഞ്ഞില്ലെന്ന് നടിക്കണ്ട. അപ്പൊ ശ്രീകാന്ത് പറയും, ഞാനോ? ആര് നടിക്കുന്നു? ഞാനിതാ തുറന്നു പറയണേ, വിശ്വേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയതും അകത്താക്കിയതും ഞാൻ തന്നെയാണേ. എന്റെ വായന്ന് തന്നെ സത്യം കേട്ടതുകൊണ്ട് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നീ നോക്ക്. ദർശൻ പറയും, കോടതിയെ തന്നെ വിശ്വസിപ്പിക്കാനുള്ള കള്ളവും കള്ളത്തരവും കള്ളസാക്ഷിയും കയ്യിലുള്ളപ്പോ എന്തും പ്രവർത്തിക്കാന്നാണോ? അപ്പൊ വർഷയ്ക്കും, നീ എന്തിനാ ദർശ അവൾക്ക് വേണ്ടി ഇവിടെ വക്കാലത്ത് വരുന്നത്? പറയുന്നത് കേട്ടാ തോന്നല്ലോ നീ ആ വീട്ടിലെയാണെന്ന്. എന്റെ അച്ഛൻ തന്നെയാ നിന്റെ അച്ഛനും, അത് മറക്കണ്ട. ഇല്ലേ ചേച്ചി, ചിലപ്പോഴൊക്കെ അതോർത്ത് ഞാൻ നാണിക്കാറുണ്ട്. ദർശ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും, അവന് തോന്നിയത് വന്ന് പറഞ്ഞിട്ട് പോട്ടെ വർഷ. നോക്ക്, ഇത് കോടതിയിൽ തെളിക്കാനുള്ള മുഴുവൻ തെളിവും അളിയൻ പറഞ്ഞ പോലെ എന്റെ കയ്യിലുണ്ട്. ഇനി ഇതിൽ നിന്നും അവൻ രക്ഷപ്പെടണമെങ്കിലേ ഞാൻ ഈ കേസ് പിൻവലിക്കണം. അത് വേണമെങ്കിൽ എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ. അത് അളിയനെ നന്നായിട്ട് അറിയാവുന്നതാണ്.
ദർശൻ പറയും അപ്പോ വിഷുവിനെ വെച്ച് ദർശനെ ബ്ലാക്ക്മെയിൽ ചെയ്യാ അതല്ലേ ലക്ഷ്യം? അങ്കിൾ അറിഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ അച്ഛൻ ഇല്ലാത്ത സമയത്ത് തന്നെ ഞാനത് പ്ലാൻ ചെയ്തത്. അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും വേദ ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് തിരികെ വരട്ടെ ദർശ. നിന്റെ കൂടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പറയുന്നത്. ദർശൻ പറയും എനിക്ക് വേണ്ടി ഇങ്ങനൊരു വളഞ്ഞ വഴി നിങ്ങൾ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വേണ്ട, പക്ഷെ എന്റെ അഭിമാനത്തിന് വേണ്ടി എനിക്കിത് ചെയ്യാലോ അല്ലേ? അലയും ചെല്ലേ. എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ട് വേദ എല്ലാം അവസാനിപ്പിച്ച് തിരികെ വരികയാണെങ്കിൽ ഞാനും ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞേക്ക്. വക്കീലന്മാരാണ് അല്ലെങ്കിലും മധ്യസ്ഥത വഹിക്കാൻ നല്ലത്. ദർശൻ പറയും ഞാൻ എന്ത് പണി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഒരു കാര്യം അറിഞ്ഞോ, ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിലേ വിഷുവിന് വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരാവുക തന്നെ ചെയ്യും. വർഷം ഞെട്ടും. ശ്രീകാന്തിന്റെ പ്രശ്നമൊന്നുമില്ല. അയ്യോ ചതിക്കല് വക്കീൽ സാറേ. അതോടെ കോടതി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. എപ്പോഴും ചക്ക വീണ മുയല് ചാവില്ല വക്കീൽ സാറേ. സാർ എന്തായാലും ചെല്ല്. ദർശൻ പറയും കോടതിന്ന് തല കുനിച്ചു വരുന്നത് സ്വന്തം ബന്ധുക്കളാവുമല്ലോ എന്ന് കരുതി വന്നേ ഉള്ളൂ. വിഷുവിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നോക്കിക്കോ. വരട്ടെ വരട്ടെ വർഷിച്ചി എന്നും പറഞ്ഞിട്ട് ദർശൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ദർശൻ കാറെടുത്ത് കാറിൽ കയറി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തായിരിക്കും വിക്രം അങ്ങോട്ട് കയറി വരുന്നത്. അത് കാണുമ്പോ ദർശൻ കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് പറയും എടുത്തു ചാടി ദേഷ്യം തീർക്കാൻ വന്നതായിരിക്കല്ലേ. ഞാൻ പറഞ്ഞ വിക്രം കേൾക്കില്ലെന്നറിയാം. നിങ്ങളുടെ രീതി വ്യത്യസ്തമാണല്ലോ. പക്ഷേ അകത്ത് കിടക്കുന്ന ചേട്ടൻ പുറത്തു വരാൻ ഒരു തടസ്സമാവരുത് നിങ്ങളുടെ ഈ വരവ്. അത് മനസ്സിൽ വെച്ചാൽ നന്ന്. അത്രയും പറഞ്ഞ് ദർശൻ അവിടുന്ന് പോവാണേ. അങ്ങനെ വിക്രം വണ്ടി അവിടെ നിർത്തി അകത്തേക്ക് പാഞ്ഞു കയറിയിട്ട് ജഡ്ജി സാർ എന്ന് ഉച്ചത്തിൽ വിളിക്കും. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേന്ന്. അപ്പോഴേക്കും നീയോ എന്ന് വെച്ച് ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ട് ഇറങ്ങി വരിക. അവസാനം എത്തിയല്ലേ എടാ. വേറെ വഴിയില്ലെന്ന് മനസ്സിലായപ്പോ അച്ഛന്റെ കാല് പിടിച്ച് സഹായം ചോദിക്കാൻ വന്നതാണോ നീ? നിന്റെ ഭാര്യന്റെ ഓഫീസിൽ വന്നിരുന്നോ? കുറെ വെല്ലുവിളിച്ചിട്ടാ പോയത്. ഇപ്പതാ നീയും ഈ വക കാര്യങ്ങളിലൂടെ ഞാൻ പേടിച്ചു പോന്ന് നീ കരുതിയോ? ജയിലിൽ കിടക്കുന്ന എന്റെ ചേട്ടനല്ല നിന്റെ ചേട്ടനാ. അവനെ പുറത്തിറക്കാൻ നീയല്ല നിന്റെ തന്ത പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങിച്ച മാഷ് നിന്റെ ഗോഡ് ഫാദർ ശ്രീകാര്യം ശ്രീനിവാസൻ വിചാരിച്ചാലും പറ്റില്ലെന്ന് നിനക്കറിയാം. അപ്പൊ ഇവിടെ കയറി ഒന്ന് ഭീഷണിപ്പെടുത്താന്ന് കരുതി അല്ലടാ? നിന്നെ പോലൊരു തെരുവുനായ വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ, അറിയോ എന്ന് ചോദിക്കുന്നതേ അറിയുന്നുള്ളൂ. അപ്പോഴേക്കും വിക്രമിന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ ചവിട്ട് കിട്ടും. ആ ഒരൊറ്റ ചവിട്ട് തന്നെ ശ്രീകാന്ത് തെറിച്ചപ്പുറത്തേക്ക് വീഴുക. ശേഷം വിക്രം അവിടെ പോയി അതിനെ പിടിച്ചു വലിച്ച് നിർത്തിയിട്ട് പറയും ഒന്നാ ശരിക്കും അമർത്തി ആഞ്ഞു പിടിച്ചാലേ തീരാവുന്നതേ ഉള്ളൂ. നീയാണോ എന്നെ വെറുതെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നേ? ശ്രീകാന്ത് ചിരിച്ചിട്ട് പറയും എന്റെ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് എന്നെ പറ്റി എന്റെ പൈസ മോഷിച്ചിട്ട് തെറ്റിപ്പോ എന്റെ ഭാഗത്തായോ? എന്ത് ന്യായടാ ഇത്? വിക്രം ആ പിടിവിടും. ഇത് നീ എനിക്കിട്ട കുരുക്കാണെന്ന് എനിക്കറിയാം. അവിടെ എന്റെ ചേട്ടൻ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഊരിയെടുക്കാനും എനിക്കറിയാം. പക്ഷെ നീയൊന്നും മര്യാദയ്ക്ക് ജീവിക്കുന്നു കരുതണ്ട. അപ്പോഴും ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ചു. പിന്നെ നിന്നെക്കുറിച്ച് ഞാൻ കുറെ അന്വേഷിച്ചു. പഠിക്കുന്ന കാലത്ത് പെറ്റ്ലറായി കുട്ടികൾക്കിടയിൽ തുടങ്ങിയതാ നിന്റെ ജീവിതം എന്ന് ഞാൻ അറിഞ്ഞു. എടാ ഞാൻ ഓർക്കുന്നതേ ഒരു വീട്ടിൽ എല്ലാരും ഇങ്ങനെയാവുന്നേന്നാ. അനിയൻ മയക്കുമരുന്ന് കേസിൽ അകത്തായവൻ, ചേട്ടൻ സാമ്പത്തിക തട്ടിപ്പിൽ അകത്തായിരിക്കുന്നു. എടാ നിന്റെ തന്തയുടെ ഏർപ്പാടിനി എന്താ? അയാളെന്നാ ഇനി അഴിക്കകത്താകാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നതും വിക്രമിന്റെ കൈ വീണ്ടും ശ്രീകാന്തിന്റെ മുഖത്ത് വീഴ. അവിടുന്ന് ചുമരില് എടുത്ത് അമർത്തി പിടിച്ച് ഉയർത്തി പിടിക്കണേ. കാലൊന്നും നിലത്ത് കുത്തുന്നില്ല. ശ്രീയേട്ടാ ഇത് കണ്ടിട്ട് വർഷ വരികയാണേ. അയ്യോ ശ്രീയേട്ടാന്ന് വിളിച്ച് താഴേക്ക് ഇറങ്ങി വരും. അപ്പോഴേക്കും ശബ്ദമൊക്കെ കേട്ട് മുത്തശ്ശിയും പത്മവും അങ്ങോട്ട് വരിക. അവരും ഇത് കണ്ട് ഷോക്കാവുന്നുണ്ടേ. വിക്രം വന്ന് ഒരൊറ്റ ഒന്ന് വെച്ച് കൊടുക്കും. അങ്ങനെ ശ്രീകാന്ത് താഴെ വീഴുമ്പോഴേക്കും അവരും എല്ലാവരും ഓടി വരിക. എന്താ ഇത് എന്ന് പറഞ്ഞ് മുത്തശ്ശിക്കും മോനെ വിക്രം എന്തായി കാണിക്കുന്നേ? എന്താ ഉണ്ടായേ? വിക്രം വിരൽ ചൂണ്ടി ശ്രീകാന്തിനോട് പറയും ഇനി ഒരക്ഷരം വേണ്ടിയാ കൊന്നുകളയും നിന്നെ ഞാൻ. വർഷം പറയും ചി വായടക്കടാ. ഈ വീട്ടിൽ കയറി വന്ന് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എന്താ അധികാരം? ഇറങ്ങി പോടാ വെളിയിലെ. അപ്പൊ മുത്തശ്ശിക്കും എന്തെങ്കിലും പറ്റി ശ്രീകാന്തേ? ശ്രീകാന്ത് പറയും എനിക്ക് എന്തെങ്കിലും പറ്റിയാലെന്ത്? ഒരു തെമ്മാടിയായ മരുമകനെ കിട്ടിയില്ലേ പണിക്കത്ത് തറവാട്ടിലേക്ക്. മുത്തശ്ശിക്ക് ഇത് പോരെ? അപ്പൊ പത്മൻ ചോദിക്കും എന്താ വിക്രം ഇത്? വീട്ടിലേക്ക് കയറി വന്ന് ഞങ്ങളോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? വിക്രം പറയും എന്റെ ചേട്ടനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി. ചോദിക്കാൻ വന്നപ്പോ എന്റെ അച്ഛനെ പറയുന്നത് കേട്ട് നിക്കണോ ഞാൻ? പത്മൻ പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീകാന്ത് പറയും ഇവൻ പച്ച കള്ളം പറയണമ്മേ. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഇവന്റെ ചേട്ടൻ നമ്മുടെ കമ്പനിയിലാ ജോലി ചെയ്തിരുന്നത്. അപേക്ഷ അയച്ചു വന്നപ്പോ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ല. വേദ ആ വീട്ടിലാണല്ലോ കഴിയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവന്റെ ചേട്ടൻ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപയാ മോഷ്ടിച്ചത്. കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചപ്പോ ഇവനും പൊള്ളി. അതിന്റെ റിയാക്ഷനാ ഈ കാണിക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാരും ഞെട്ടും. ദീപ്തിക്ക് ദേഷ്യം വരും. നിങ്ങളുടെ ചേട്ടൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പോയി അടിക്കേണ്ട അയാളെയാ, അല്ലാതെ ജോലി കൊടുത്ത എന്റെ ചേട്ടനെയല്ല. ശ്രീയേട്ടനല്ലാതെ ഇങ്ങനെയുള്ളവരെ കമ്പനിയെ പിടിച്ചു കയറ്റും. അപ്പൊ ശ്രീകാന്ത് പറയും കണ്ടില്ലേ ഇവൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി നീ പോവാൻ നോക്ക്. ചെയ്ത തെറ്റിനെ നിന്റെ ചേട്ടനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോഴും വിക്രം പറയും എന്റെ ചേട്ടനെ എനിക്കറിയാം. നീയും നിന്റെ ഭാര്യയുടെ അച്ഛനും കൂടെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നോർത്തോ ശ്രീകാന്ത്, നീ വിചാരിച്ചാൽ എന്റെ ചേട്ടനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഈ വിക്രം ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ ചേട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. ശ്രീകാന്ത് പറയും ഹോ ശരി ചെന്ന് കുറ്റം എങ്ങനെയൊക്കെ മറച്ചു വെക്കാൻ പറ്റുമെന്ന് ആലോചിക്കേ. കോടതിയിലേക്ക് തെളിവായിട്ട് ഞാൻ വന്നോളാം.
നീ തെളിവ് കൊണ്ടുവാ, ശരിയായ കള്ളൻ ആരാണെന്ന് ഞാൻ തെളിയിക്കും. അത് തെളിയിക്കുന്ന ദിവസം ഞാൻ ഒരിക്കൽ കൂടെ വരും. അന്ന് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ ഒരുമിച്ച് തന്നോളാം. അത് പക്ഷെ നാവുകൊണ്ടാവില്ല, ഓർത്തോ എന്ന് പറഞ്ഞ് വിക്രം അവിടുന്ന് പോവാണേ. മുത്തശ്ശി വിക്രം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വിക്രം നിൽക്കാതെ പോകും. എന്താ ശ്രീകാന്തേ, എന്താ ശരിക്കും സംഭവിച്ചത്? നീ സത്യം പറ. ദീപ്തി പറയും, എന്താ മുത്തശ്ശി പറയുന്നത്? അപ്പൊ ചേട്ടൻ പറഞ്ഞൊന്നും മുത്തശ്ശി കേട്ടില്ലേ? ശ്രീകാന്ത് പറയും, ഇല്ല ദീപ്തി, അവനും അവന്റെ വീട്ടുകാരാണ് മുത്തശ്ശിക്ക് ലോകത്തെ ഏറ്റവും വലിയ സത്യസന്ധർ. 10 ലക്ഷം രൂപ കട്ടുകൊണ്ട് പോയതിനെതിരെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? പ്രമോഷൻ കൊടുത്ത് അഭിനന്ദിക്കണമായിരുന്നോ? മുത്തശ്ശിക്കും നീ ഇത് ശങ്കരനെ അറിയിച്ചോ? ശ്രീകാന്ത് പറയും, നാട്ടിലില്ലാത്ത അച്ഛനെ വിളിച്ച് ഞാൻ ടെൻഷൻ കൂട്ടണോ? മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കി, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ ശ്രീകാന്തും കൂടെ വർഷയും അവിടുന്ന് പോവാ. മുത്തശ്ശിയും പത്മവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ദർശന്റെ ഓഫീസിലേക്ക് വേദ വന്നിരിക്കുകയാണ്. ചക്രവാണി സാറിന്റെ അടുത്ത് പ്രാക്ടീസ് തുടങ്ങിയെന്ന് കേട്ടു. സാറ് സ്ഥലത്തില്ല, ഡൽഹിയിലാ, നാളെ എത്തുള്ളൂ. എന്നോട് വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്ന് മാത്രം. ദർശൻ പറയും, നന്നായി. വേദയ്ക്കും, അല്ല ദർശൻ എന്താ എന്നോട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ദർശൻ പറയും, ഞാൻ ശ്രീകാന്തായിട്ട് സംസാരിച്ചിരുന്നു. ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ടല്ലെന്ന് അറിയാലോ വേദയ്ക്ക്. വേദ പറയും, വിശ്വേട്ടനോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ, ഞാനതിന് കാരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രീകാന്തിന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു ദയദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. വിശ്വത്തിനെതിരെ എല്ലാ തെളിവുകളോടും കൂടിയാ അയാളെ കേസുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിയുന്ന പോലെയൊക്കെ ഞാൻ സംസാരിച്ചു നോക്കി, അവസാനം മുഷിഞ്ഞ ഇറങ്ങി വന്നത്. കേസ് ഒഴിവാക്കാനായി ഒരു പോംവഴി മാത്രമാണ് ശ്രീകാന്ത് പറഞ്ഞത്. വേദറിയും, എനിക്കറിയാം, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലണം അല്ലെ? വിക്രത്തെ ഉപേക്ഷിച്ച് ദർശനെ വിവാഹം ചെയ്യണം എന്നൂടെ പറഞ്ഞില്ലേ? അപ്പൊ തന്നെ ദർശൻ പറയും, അയ്യോ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചല്ല ഞാൻ. വേദറിയും, ദർശന്റെ ഉദ്ദേശമല്ല പറഞ്ഞത്, വർഷേച്ചിയും ശ്രീകാന്ത് ഏട്ടനും കൂടെ തീരുമാനിച്ച കാര്യം. ഇനി ഈ കാര്യം ദർശൻ ഏട്ടനോട് സംസാരിക്കേണ്ട, അവര് കേസായി മുന്നോട്ട് പോട്ടെ, ഞാൻ നോക്കാം. ദർശൻ പറയും, ഞാൻ ആവുന്നതും പറഞ്ഞു നോക്കി, രണ്ടുപേരും വഴങ്ങുന്നില്ല. വേണ്ടി വന്ന വിഷിനു വേണ്ടി ഞാൻ കോടതിയിൽ ഹാജരാവുന്ന ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. വേദ ആവശ്യപ്പെട്ട വിഷിനു വേണ്ടി ഞാൻ വക്കാലത്തേൽക്കാം. എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. അളിയനെ കൂട്ടിലാക്കി ചോദ്യം ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല. വേദ പറയും, വേണ്ട ദർശൻ, ഇത്തവണ എനിക്ക് വേണ്ടി കോടതിയിൽ വർഷം ഹാജരാവേണ്ട. ഞാനും ശ്രീയേട്ടനും തമ്മിലുള്ള ആ റിലേഷൻ ഓർത്താണോ? അതൊന്നും ഞാൻ വകവെക്കുന്നില്ല. വേദ പറയും, പക്ഷെ ഞാൻ വകവെക്കണല്ലോ. ദർശന്റെ ചേച്ചി ശ്രീയേട്ടന്റെ ഭാര്യ. ഈ കാര്യങ്ങൾക്കെല്ലാം അവർക്ക് സപ്പോർട്ട് നിൽക്കുന്നത് ദർശന്റെ അച്ഛനാണ്. വെറുതെ എന്തിനാ നിങ്ങളുടെ കുടുംബത്തിൽ കൂടെ ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തായാലും എന്നെ വിളിച്ചു വരുത്താനും ഹാജരാവാൻ സമ്മതം അറിയിക്കുകയും ചെയ്തല്ലോ, ധാരാളം. ദർശൻ ചോദിക്കും, അപ്പൊ കോടതിയിൽ നമുക്ക് നോക്കാം ദർശൻ, വേറെയും വഴികളുണ്ടല്ലോ. എന്തായാലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ശ്രീയേട്ടനുമായിട്ടൊന്ന് മീറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിക്കാനുണ്ട്. എന്നാ ഞാൻ വരട്ടെ, താങ്ക്സ് എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് ഇറങ്ങുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജടുത്തി ഗേറ്റിലേക്ക് നോക്കി ഇങ്ങനെ വീട്ടുമുറ്റത്ത് ഇരിക്കണേ. അപ്പോഴായിരിക്കും വിക്രം അങ്ങോട്ട് വരുന്നതും എന്താ വിക്രം, നീ ആരെയോ കാണാൻ പോകുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, വക്കീൽ വലുതാണോ? അപ്പോഴേക്കും വിനായകനും നന്ദിനി അങ്ങോട്ട് വരും. വിക്രം അവിടെ ചാരുപടിയിൽ ഇരുന്നിട്ട് പറയും, ഏട്ടത്തി സമാധാനമായിട്ടിരിക്കും, ഞാൻ പലരായിട്ട് സംസാരിക്കുന്നുണ്ട്, പെട്ടെന്ന് വിശ്വട്ടിന് പുറത്തിറക്കാൻ പറ്റും, എന്നെ സമാധാനിപ്പിക്കാൻ നീ പറയുന്നല്ലേ വിക്രം, നീ എന്താ ചെയ്തതെന്ന് പറ. നന്ദിനി ചോദിച്ചു കേട്ടില്ലേ, നീ ആരെ കാണാൻ പോയതാടാ? അത് പിന്നെ ശ്രീ ചോദിക്കും, പറ ഏത് വക്കീലാ കേസ് എടുത്തേ? ഞാൻ അവളുടെ ചേട്ടനെ ഒന്ന് കാണാൻ പോയതാ ശ്രീജടുത്ത്. നന്ദിനിക്കും, എന്നിട്ട് അയാളോട് കരഞ്ഞു കാല് പിടിച്ചോ? ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ മാഷ് അങ്ങോട്ട് പറമ്പെന്ന് വരുന്നുണ്ട്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. ഇവര് കണ്ടിട്ടില്ല. നന്ദിനി പറയും, നിനക്ക് പോകാൻ തോന്നിയത് വേദയ്ക്ക് പോകാൻ തോന്നിയില്ലല്ലോ, അവള് കരഞ്ഞു പറഞ്ഞിരുന്നെങ്കിലേ വിശ്വേട്ടന് ഇപ്പൊ അവിടെ എത്തിയെന്നെ. വിക്രം പറയും, ഞാൻ പോയത് സങ്കടം ബോധിപ്പിക്കാനല്ല, വിശ്വേട്ടനെ മനഃപൂർവ്വം കുടിക്കിയതിന് അയാളുടെ മുഖത്ത് നോക്കിയൊന്ന് പൊട്ടിക്കാനാണ്. ഇത് കേൾക്കുമ്പോ മാഷിന് ദേഷ്യം വരും. കയ്യിലുണ്ടായിരുന്ന ആ സാധനം അവനോട് വലിച്ചെറിയണേ. ആ ശബ്ദം കേൾക്കുമ്പോഴാണ് മാഷ് വന്നത് ഇവരറിഞ്ഞത്. വിക്രം ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ തല്ലും ഭീഷണി അല്ലാതെ നിനക്ക് എന്താ അറിയാം? ഇനി അയാൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഏട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അയാളിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞു. ഇത് മനഃപൂർവ്വം അയാൾ വിശ്വേട്ടനെ കുടിക്കതാ. മാഷ് പറയും, അത് മനസ്സിലാക്കാൻ അയാളുമായിട്ട് അടി ഉണ്ടാക്കാൻ പോണമെന്നില്ല. വിശ്വ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് അയാൾ പറഞ്ഞിട്ട് വേണോ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ? വിക്രം പറയും, വിശ്വേട്ടനെ ഞാൻ ഉറപ്പായിട്ടും പുറത്തിറക്കിയിരിക്കും. നിന്റെ വാക്ക് കേട്ടേ ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കണം? നിനക്ക് പോലീസ് സ്റ്റേഷനും ജയിലും പുത്തിരിയല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. എന്നാ വിശ്വ അങ്ങനെയല്ല, അവനെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? നാട്ടുകാർക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ തല്ലാനും ബഹളം ഉണ്ടാക്കാനും പോകുമ്പോ അതിന് നിനക്കൊരു മടിയില്ലല്ലോ. അങ്ങനെയുള്ള നിനക്ക് കൂടപ്പിറപ്പിനെ പുറത്തിറക്കാൻ സഹായിക്കാൻ ആരെയും കിട്ടിയില്ലേ? എവിടെ പോയടാ നിന്റെ ശ്രീകാരൻ ശ്രീനിവാസൻ? വിക്രം പറയും, ശ്രീനി സാറിനും ഇടപെടാൻ പറ്റാത്ത കേസാ, FIR അത്രയ്ക്ക് സ്ട്രോങ് ആ. മാഷർ, എനിക്കൊന്നും കേൾക്കണ്ട. 10 ലക്ഷം അല്ലേ വിഷൻ മോഷ്ടിച്ചു എന്നുള്ള പരാതി ഈ വീടും പറമ്പും ശ്രീകാന്തിന്റെ പേരിലേക്ക് നാളെ തന്നെ എഴുതി കൊടുക്കാം. കുടുംബം ഒരുമിച്ച് തെരുവിലേക്ക് ഇറങ്ങിയാലും വേണ്ടി എന്റെ മകനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. വിക്രം പറയും, ശ്രീകാന്തിന് വേണ്ടത് കാശാണെങ്കിൽ അത് നിമിഷ നേരം കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്നാണോ അച്ഛൻ വിചാരിച്ചത്? അയാൾക്ക് വേണ്ടത് കേസ് തന്നെയാ. ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കുന്നതാ അയാളുടെ രസം. മാഷറും, എങ്കിൽ അത് ഉണ്ടാക്കി വെച്ചതിന്റെ ഉത്തരവാദിത്വം ഒറ്റൊരാൾക്ക് മാത്രമേ ഉള്ളൂ, അത് നിനക്കാ എന്ന ചോദ്യത്തിന് മുന്നില് വിക്രമിനൊന്നും പറയാനാവുന്നില്ല. അങ്ങനെ സ്ട്രെക്കായി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ നാളത്തെ പ്രൊമോയില് വിക്രമിനോട് വേദ സംസാരിക്കുന്നതാണ്. രാത്രിയിൽ വേദ പറയും, വിശ്വേട്ടന് വേണ്ടി നാളെ കോടതിയില് വക്കീല് ഹാജരായിരിക്കും. വിക്രം ചോദിക്കും, ആര്?
അഡ്വക്കേറ്റ് വേദ ശങ്കരനാരായണൻ. വിക്രം ഞെട്ടും. നീയോ? വേദ പറയും, അതെ, കോടതിയിൽ എന്തായാലും ഞാൻ വിശ്വേട്ടന് വേണ്ടി അപ്പിയർ ചെയ്യും, വിശ്വേട്ടനെ പുറത്തിറക്കുകയും ചെയ്യും, അത് ശ്രീയേട്ടനോടുള്ള എന്റെ വാശിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വേദ വിശ്വന് വേണ്ടി വാദിക്കാൻ പോവാണേ. ഇതറിഞ്ഞ് ശ്രീകാന്ത് ആദ്യം ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്